പാപ്പായെ കാത്തിരുന്ന നാളുകളിൽ പ്രധാനമായും സംസാരിച്ചിരുന്നത് പ്രത്യാശയെക്കുറിച്ചാണ്. പാപ്പ നമുക്ക് തരുന്ന വരാനിരിക്കുന്ന പാപ്പ നമുക്ക് തരുമെന്ന് നാം പ്രത്യാശിച്ചിരുന്ന പ്രത്യാശയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ പ്രത്യാശയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഏതാണ്ട് പൂവണിയുന്നതിൻ്റെ ശുഭദായകമായ സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നതെല്ലാം. എല്ലാ മാർപ്പാപ്പമാരും പരിശുദ്ധ സഭയുടെ വലിയ അനുഗ്രഹത്തിൻ്റെ നിധികളാണ്, നിക്ഷേപങ്ങളാണ്. ഓരോ പുതിയ മാർപ്പാപ്പയും ഒരു പുതിയ യുഗവുമായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത്. പുതിയൊരു യുഗം കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ആരംഭിക്കുന്നുവെന്ന് വേണം പറയാൻ. അത് എന്തുമാത്രം പ്രത്യാശാഭരിതമാണ് എന്ന് ചോദിച്ചാൽ വളരെ 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 നേരിട്ടുള്ള സുവ്യക്തമായ പ്രത്യാശയുടെ അടയാളങ്ങളാണ് പുതിയ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എടുത്തു പറയത്തക്ക കാര്യങ്ങൾ, ഒന്നാമത്തേത് പാപ്പ സ്വീകരിച്ച പേര് തന്നെയാണ്. ലിയോ 14 എന്ന പേര് തന്നെ മറ്റ് തുടർന്നുള്ള പാപ്പായുടെ ശുശ്രൂഷകളിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് പാപ്പ എടുക്കുന്ന പേര്, എപ്പോഴും ഒരു പേരെടുക്കുന്നതിൻ്റെ പുറകിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടാകും. ആ പേര് ആരെ സൂചിപ്പിച്ചിരുന്നോ ആ വ്യക്തിയോടുള്ള ബന്ധവും ആ വ്യക്തി നിലകൊണ്ട ആശയങ്ങളോടുള്ള താല്പര്യവും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് എപ്പോഴും ഒരു പേര്. സ്വാഭാവികമായും ലിയോ 13 മാർപ്പാപ്പയുടെ ലിയോ 1 മുതലുള്ള പാപ്പമാർ, പ്രത്യേകിച്ച് ലിയോ 13 മാർപ്പാപ്പയുടെ വീക്ഷണങ്ങൾ, പേപ്പസിയുടെ പ്രത്യേകതകൾ, ആ കാലഘട്ടത്തിൻ്റെ പരിഗണനാ വിഷയങ്ങൾ, ഇതൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ തുടരാനുള്ള ഒരു ദാഹം, ആഗ്രഹം ഈ പേര് തിരഞ്ഞെടുക്കുന്നതിനകത്ത് തന്നെയുണ്ട്. ലിയോ 13 മാർപ്പാപ്പ അറിയപ്പെടുന്നത് പ്രധാനമായും ഒരു ഡോക്ട്രൈനൽ പോപ്പ് എന്ന മട്ടിലാണ്. ഡോക്ട്രൈനൽ പോപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് മേഖലകളിലും, സത്യവിശ്വാസം പഠിപ്പിക്കുന്ന കാര്യത്തിലും ധാർമ്മിക വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിലും, പ്രത്യേകിച്ച് സാമൂഹിക ധാർമ്മികതയുമായി ബന്ധപ്പെട്ട്, മനുഷ്യ വ്യക്തിയുടെ മഹത്വവുമായി ബന്ധപ്പെട്ട്, മനുഷ്യ വ്യക്തിയുടെ മഹത്വം, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ അത് ഫണ്ടമെന്റൽ തിയോളജി തന്നെയാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം നൽകുന്ന ആ മൂല്യം ഈ ലോകത്തിൽ കൊടുക്കാനുള്ള ഒരു 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 താല്പര്യം, ആഗ്രഹം, അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ വ്യക്തിയുടെ മഹത്വം എന്ന് പറയുന്ന ധാർമ്മിക ദൈവശാസ്ത്രത്തിന്റെ കീ വേർഡിനകത്തുള്ളത്. ഇതാണ് ലിയോ 14 മാർപ്പാപ്പ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പാപ്പയുടെ വാക്കുകൾക്കകത്തൊക്കെ വ്യക്തമാകുന്നത്. ഇനി രസകരമായ ഒരു കാര്യം, ലിയോ 14 മാർപ്പാപ്പ 13 മാർപ്പാപ്പ ഏതാണ്ട് 25 വർഷത്തോളം പരിശുദ്ധ സഭയെ നയിച്ചിരുന്നു. 83 അങ്ങാണ്ട് ചാക്രികലേഖനങ്ങളാണ് എഴുതിയിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അത്രമാത്രം സുദീർഘമായി സഭയെ പഠിപ്പിച്ചിട്ടുള്ള, ഇത്രയും ചാക്രിക ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സുദീർഘമായ ഒരു പ്രബോധനത്തിന്റെ പരമ്പരയാണ്. ഏറ്റവും ആദ്യത്തെ ഒരു അടയാളം ഞാൻ ശ്രദ്ധിച്ചത്, പരിശുദ്ധ പിതാവ് ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം ആദ്യം സംസാരിക്കുന്നത് വാക്കുകളും സംസാരിച്ച രീതിയുമാണ്. വേണമെങ്കിൽ പാപ്പായ്ക്ക് ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് തുടങ്ങാമായിരുന്നു, എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങാമായിരുന്നു. പാപ്പ ആദ്യം സംസാരിച്ചത് പാച്ചേസിയ കോൺപോയി എന്ന് പറഞ്ഞിട്ട്, കോൺതൂത്തി പോയി എന്ന് പറഞ്ഞിട്ടാണ്, സമാധാനം നിങ്ങൾ എല്ലാവരോടും കൂടെ എന്ന് പറഞ്ഞിട്ടാണ്. പലപ്പോഴും ഈ വാക്ക് ലോകത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന അർത്ഥത്തിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ലിറ്റർജിക്കൽ ബ്ലെസ്സിങ്ങിന്റെ ഫോർമുലയാണ്. അത് ലത്തീൻ ക്രമത്തിലാണെങ്കിൽ ആശീർവാദം കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് ആദ്യം കാർമ്മികൻ ഉച്ചരിക്കുന്ന വാക്കാണ് സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ, കർത്താവായ മിശിഹാ നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആശീർവദിക്കും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പാപ്പ ഒരു കാഷ്വൽ വേഡിങ്ങിൻ്റെ അപ്പുറത്ത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ അപ്പുറത്ത്, ദൈവാരാധന കേന്ദ്രീകൃതമായ ഒരു ഇടയനടുത്ത, ഒരു കാർമ്മികനടുത്ത ആശീർവാദത്തിൻ്റെ ആശംസയാണ് പാപ്പയുടെ അധരത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്നത്. അത് വളരെ ശുഭദായകമാണ്. കാരണം പരിശുദ്ധ സഭ ഈ ലോകത്തിൽ ഒരു സംഘടനയല്ല, ഒരു ക്ലബ്ബല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഒരു സോഷ്യൽ പവറുമല്ല. പകരം അതിൻ്റെയൊക്കെ അപ്പുറത്ത് പരിശുദ്ധ സഭ എപ്പോഴും ഒരു ദൈവാരാധനയുടെ സമൂഹമാണ്. അതുവഴി സമൂഹത്തെ മാനസാന്തരപ്പെടുത്തുകയും സമൂഹത്തെ വിശുദ്ധീകരിക്കുകയും ദൈവത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്ന, ലോകത്തിന്റെ മനസ്സാക്ഷിയായിരുന്ന, അതോടൊപ്പം തന്നെ സമൂഹത്തെ നിയന്ത്രിക്കുകയും കൂടി ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന, രാഷ്ട്രങ്ങളെ കൂടെ നിയന്ത്രിക്കാൻ, ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, നിയന്ത്രിക്കാൻ, ധാർമ്മികമായി നിയന്ത്രിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ഒരു 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 മിശിഹായുടെ ശരീരമാണ് പരിശുദ്ധ സഭ. അങ്ങനത്തെ ഒരു ലിവിങ് ഓർഗാനിസമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ എന്ന് പറയുന്നത് സോഷ്യൽ എലമെന്റ്സ് അല്ല, പകരം ദൈവോന്മുഖതയാണ്. അതുകൊണ്ട് തന്നെയാണ് പാപ്പ അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചത്.
ഇനി രണ്ടാമത് ശ്രദ്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാപ്പ ഏറ്റവും ആദ്യത്തെ ഒരു സന്ദേശത്തിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും പറയാനൊന്നുമില്ല, എന്നാൽ പോലും എല്ലാവരും തൊട്ട് മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പയാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറിയ വാക്കുകൾ സംസാരിച്ചപ്പോൾ ഈ പാപ്പ എഴുതിക്കൊണ്ടുവന്നാണ് സംസാരിച്ചത്. നമുക്കറിയാം, എഴുതാൻ അധികം സമയമൊന്നും കിട്ടിയിട്ടുണ്ടാവാൻ ഒരു സാധ്യതയില്ല. വളരെ പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ പാപ്പ പ്രാർത്ഥനാ മുറിയിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന്. പക്ഷെ പാപ്പ അവിടെ വന്നതുപോലും താൻ പറയേണ്ട വാക്കുകൾ ആലോചിച്ചുറപ്പിച്ച് കൃത്യമായി കുറിച്ചു വെച്ചിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ തൻ്റെ അധരത്തിൽ നിന്ന് ഒരു പാഴ്വാക്ക് പോലും ഉണ്ടാകാതിരിക്കണമെന്നും ലോകത്തെ മുഴുവനും പ്രബോധിപ്പിക്കേണ്ട, പഠിപ്പിക്കേണ്ട കർത്തവ്യം തനിക്കുണ്ട് എന്നും അതൊരിക്കലും തെറ്റിദ്ധാരണകൾക്ക് വിധേയമായി പോകരുത് എന്നും എൻ്റെ അപ്പോൾ ഉണ്ടാകുന്ന തോന്നലുകൾക്കനുസരിച്ചല്ല ഞാൻ സഭയെ നയിക്കേണ്ടത്, പകരം ദൈവത്തോട് ആലോചന ചോദിച്ചും വിവേകപൂർണമായ പരിചിന്തനത്തെ തുടർന്നുമായിരിക്കണം എന്നും ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിയുടെ ഭാവപ്രകടനമാണ് പാപ്പായിൽ കണ്ടത്. അതന്ന് മാത്രമല്ല, പിന്നീട് വന്ന സമയങ്ങളിലൊക്കെ പാപ്പ കർദിനാളന്മാരെ അഭിസംബോധന ചെയ്യാൻ വന്നപ്പോഴും മറ്റു സമയങ്ങളിലൊക്കെ പാപ്പ ഒരു റിട്ടേൺ ഡോക്യുമെന്റുമായിട്ടാണ് വരുന്നത്. കാരണം പാപ്പായുടെ വാക്കുകളെല്ലാം സഭയുടെ പ്രബോധനങ്ങളായിട്ട് മാറാനുള്ളതാണ്. അവയൊക്കെ മജിസ്റ്റീരിയത്തിന്റെ ഭാഗമായി തീരാനുള്ളതാണ്. അത് ആക്ട് അപ്പസ്തോലിക സെദസിനകത്തൊക്കെ പബ്ലിഷ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യത്തെക്കുറിച്ച്, എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ കാണാവുന്നതിൽ ഏറ്റവും വലിയ ദൗത്യം, അത്രയും വലിയൊരു ദൗത്യം താൻ ഏറ്റിരിക്കുന്നു, താൻ ഫലമേറ്റിരിക്കുന്നു എന്ന വ്യക്തമായ ബോധ്യമുള്ള ഒരു വ്യക്തിയെ മാർപ്പാപ്പയായി പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാപ്പ കർദിനാളന്മാരോട് പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് തൻ്റെ നയപ്രഖ്യാപനം നടത്തുന്നുണ്ട്. സാധാരണ മാർപ്പാപ്പന്മാർ അങ്ങനെ ആരംഭത്തിൽ ഒരു നയപ്രഖ്യാപനം ഒന്നും നടത്താറില്ല. എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളാണെങ്കിൽ പോലും ഒരു അഭ്യന്തര പിതാവ് ചുമതല ഏൽക്കുമ്പോഴോ ഒന്നും അങ്ങനെ ഒരു നയപ്രഖ്യാപനം നടത്തുന്ന രീതി അത്ര ധൈര്യപ്പെടാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ ഇനി ഒരു നയപ്രഖ്യാപനം നടത്തുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ അവഗണിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു ചർച്ചാ വിഷയമാകാം. അങ്ങനെ മാനുഷികമായ പല പരിമിതികളും ഒരു നയപ്രഖ്യാപനം നടത്തുന്നതിനകത്തുണ്ട്. കർത്താവായ മിശിഹ തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ഒരു നയപ്രഖ്യാപനത്തോടെയാണ്. ബന്ധിതർക്ക് മോചനവും എന്ന് പറഞ്ഞ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് കർത്താവായ മിശിഹ തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. കർദിനാൾ സംഘത്തെ കണ്ട് ആദ്യം അവർക്ക് നന്ദി പറയുകയൊക്കെ ചെയ്ത ശേഷം പരിശുദ്ധ പിതാവ് തന്റെ നയം വ്യക്തമാക്കുന്നുണ്ട്. അത് വളരെ കോൺക്രീറ്റ് ആയിട്ടാണ് വ്യക്തമാക്കുന്നത്. തന്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് രണ്ടെണ്ണമാണെന്നാണ് പാപ്പ പറഞ്ഞത്. ഒന്ന് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളാണ്. അത് വളരെ ശുഭദായകമായ ഒരു വാക്കാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പരിശുദ്ധ സഭയിൽ പരിശുദ്ധാത്മാവ് ഏറ്റവും ശക്തമായി ഇടപെട്ട, പ്രത്യേകിച്ച് തൊട്ടു മുൻപാണെങ്കിൽ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്, ബെനഡിക്ട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് ഈ രണ്ടാം വത്തിക്കാൻ സൂനഹദോസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന്. അതാണ് എന്നെ നയിക്കുന്ന എൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ സഭയുടെ പ്രബോധനത്തിന്റെ, നാളിതുവരെയുള്ള പ്രബോധനത്തിന്റെ മുഴുവൻ ശേഖരവും അതിന്റെ കാലികമായ അവതരണവും കൂടി ചേരുന്നതാണല്ലോ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. അതിന്റെ പ്രമാണരേഖകൾ എൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ് എന്നൊരു മാർപ്പാപ്പ തൻ്റെ ആദ്യത്തെ പരസ്യമായ അഭിസംബോധനയിൽ പറയുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതോടൊപ്പം തന്നെ തൻ്റെ മുൻഗാമിയുടെ ഇവഞ്ചലി ഗൗദിയം, സുവിശേഷത്തിന്റെ പ്രത്യാശയെക്കുറിച്ചുള്ള ഡോക്യുമെന്റ്, ആ തുടർച്ച താൻ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും കൂടെ കൂട്ടിച്ചേർത്താണ് പാപ്പ പറഞ്ഞത്. എന്നിട്ട് തുടർന്ന് പാപ്പ എടുത്തു പറഞ്ഞ ഏതാനും ഹൈലൈറ്റഡ് പോയിന്റ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തേത് മിശിഹായുടെ പ്രാമുഖ്യത്തെക്കുറിച്ച്, സുവിശേഷ പ്രഘോഷണത്തിൽ മിശിഹായുടെ പ്രാമുഖ്യം, പ്രൈമസി ഓഫ് ക്രൈസ്റ്റ്, അതിന് ഞാൻ പ്രാമുഖ്യം കൊടുക്കും എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. മിശിഹ കേന്ദ്രീകൃതമായ ഒരു പേപ്പസി എന്ന് വെച്ചാൽ ഒരു സാമൂഹിക കേന്ദ്രീകൃതമോ ജനകേന്ദ്രീകൃതമോ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, അല്ലെ? ജനത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ കേന്ദ്രീകരിച്ചാണ് ഞാൻ പ്രവർത്തിക്കാന്ന് പറയും. പക്ഷേ പരിശുദ്ധ പിതാവ് പറഞ്ഞത് മിശിഹ കേന്ദ്രീകൃതമായ സുവിശേഷ പ്രഘോഷണത്തിലാണ് എൻ്റെ ഊന്നൽ എന്ന് തന്നെയാണ് പാപ്പ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആധികാരികമായും ആദ്യം പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ കാര്യം മിഷൻ ഓറിയന്റേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ മിശിഹായുടെ സുവിശേഷത്തെ പകർന്നു കൊടുക്കാനുള്ള ഉദ്ദേശം തനിക്കുണ്ട്. ലോകം മുഴുവനും തനിക്ക് ലഭിച്ച, അല്ലെങ്കിൽ പരിശുദ്ധ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന, മിശിഹായിലൂടെ ലഭിച്ചിരിക്കുന്ന വലിയ സ്നേഹം, അത് പകർന്നു കൊടുക്കുന്നതിനെയാണല്ലോ മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത്. സുവിശേഷം അടിച്ചേൽപ്പിക്കലുമല്ല, സുവിശേഷവുമായി വെറുതെ കടന്നു ചെല്ലലുമല്ല, പകരം അതൊരു നന്ദി പ്രകാശനമാണ് സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത്. കാരണം കർത്താവ് എനിക്ക് തന്ന വലിയ ദാനം,
അത് സ്നേഹമുള്ളവർക്ക് പങ്കുവയ്ക്കുക. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊരു വിലപിടിപ്പുള്ള ഒരു 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 സാധനം കിട്ടിയെന്ന് ഒരു ഭക്ഷണം കിട്ടിയെന്ന് വിചാരിക്കുക. ആ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യും? കിട്ടിയത് അപ്പനാണെങ്കിൽ അപ്പൻ എന്ത് ചെയ്യും? അത് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കാത്തുവയ്ക്കുകയും മക്കൾക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യും. കൊടുക്കൽ സ്നേഹത്തിന്റെ അടയാളമാണ്. സ്നേഹം കൂടുമ്പോൾ ഏറ്റവും വലുതാണ് കൊടുക്കുന്നത്. സുവിശേഷ പ്രഘോഷണം അങ്ങനെയാണ്. മിഷൻ ദൗത്യം എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ സ്ഥാപിക്കലോ അല്ലെങ്കിൽ സാമൂഹ്യ ഉന്നമനോ ഒന്നുമല്ല. പകരം തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനമാകുന്ന മിശിഹായെ അത് ലഭിക്കാത്തവർക്കൂടെ കൊടുക്കാനുള്ള ദാഹമാണ്. അത് ലഭിച്ചവരിൽ അത് ഉണർത്താനും ലഭിക്കാത്തവർക്ക് പകർന്നു കൊടുക്കാനും താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് മാർപ്പാപ്പ പറയുമ്പം അത് പരിശുദ്ധ സഭയുടെ ദൗത്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ പിതാവ് കൊളീജിയാലിറ്റിയെ കുറിച്ച് എടുത്തു പറഞ്ഞു, സിനഡാലിറ്റിയെ കുറിച്ച് എടുത്തു പറഞ്ഞു. ഈ സിനഡാലിറ്റിയെ കുറിച്ച് ധാരാളം കഴിഞ്ഞ നാളുകൾ സംസാരിക്കപ്പെട്ടിരുന്നു. പക്ഷെ കൊളീജിയാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം അത് കൂടുതൽ സംസാരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത്. സംഘാത്മകത അത് ഒന്നാമതായും പ്രധാനമായും മെത്രാൻ സംഘത്തിന്റെ സംഘാത്മകതയാണ്. അതിലാണ് ബാക്കി എല്ലാം നിലനിൽക്കുന്നത്. അതായത് ഒരു മെത്രാനോട്, രൂപതാധ്യക്ഷനോട്, എപാർക്കിയൽ ബിഷപ്പിനോട് ചേർന്ന് നിൽക്കുന്ന വൈദികരുടെ സംഘാത്മകത പോലും ഈ മെത്രാൻ സംഘത്തിന്റെ സംഘാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കും. കൃത്യമായി പറഞ്ഞാൽ പരിശുദ്ധ സഭയെ കർത്താവ് സ്ഥാപിക്കുന്നത്, മിശിഹ സ്ഥാപിക്കുന്നത് ഈ ശ്ലൈഹിക സംഘാത്മകതയിലാണ്. അപ്പോൾ ആ സംഘാത്മകതയെ ഉണർത്തുകയും നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മാർപ്പാപ്പയുടെ ദൗത്യമാണ് എന്ന് മാർപ്പാപ്പയായ ഒരാൾ ആദ്യ നാളുകളിൽ തന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് വലിയ പരിധിവരെ ശുഭദായകമാണ്, പ്രത്യാശാഭരിതമാക്കുന്ന വാക്കുകളാണത്. കൊളീജിയാലിറ്റി പലപ്പോഴും പരിശുദ്ധ സഭയുടെ അടിത്തറയെന്ന് പറയാവുന്നതോ നട്ടെല്ലെന്ന് പറയാവുന്നതോ ഈ കൊളീജിയാലിറ്റിയാണ്. അഭിനന്ദ പിതാക്കന്മാരുടെ സംഘാത്മകത അത് കൃത്യമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ മാർപ്പാപ്പ തലവനായിരിക്കുന്ന മെത്രാൻ സംഘത്തിന്റെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയോടുള്ള ആദരവ്, ആ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കാനുള്ള തന്റെ ദൗത്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന താല്പര്യം, ഇതിനെക്കുറിച്ച് പാപ്പായ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്ന് പറയുന്നത് പരിശുദ്ധ സഭയുടെ ശോഭനമായ ഒരു ഭാവിയെ സൂചിപ്പിക്കുന്നതാണ്. അത് വളരെ ഒരു സോഷ്യൽ അർത്ഥത്തിൽ മാത്രമല്ല, ദൈവശാസ്ത്രപരമായ അർത്ഥത്തിലും ഒരു സഭാത്മകമായ മാനത്തിലും ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ കൊളീജിയാലിറ്റി എന്നുള്ള വാക്ക് ശ്ലൈഹികതയിലേക്ക് വിരൽ ചൂണ്ടുന്നതും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ പാപ്പ സംസാരിച്ച സമയങ്ങളിലൊക്കെ ഈ ശ്ലൈഹികതയെ മുൻനിർത്തി സംസാരിക്കുന്നത് നമ്മൾ കാണും. തന്റെ അജപാലന ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് കാണും. ഇന്നത്തെ ദിവസം പാപ്പ അതിനെ തന്നെ സൂചിപ്പിക്കുന്ന തന്റെ മോതിരവും പാലിയും ഒക്കെ സ്വീകരിക്കുന്നതൊക്കെ ഈ ശ്ലൈഹിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്.